നമസ്കാരം. ബി.എഡ് കോഴ്സ് ഇനി അടുത്ത വർഷം മുതൽ 4 വർഷ പ്രൊഫഷണൽ കോഴ്സാവും. എഞ്ചിനീയറിംഗ്, മെഡിക്കൽ കോഴ്സുകൾ പോലെ അധ്യാപന മേഖലയും പ്രൊഫഷണലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നടപടി. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലാണ് ബിരുദ പഠനം കൂടിച്ചേർത്തുള്ള കോഴ്സ്. യോഗ്യത +2 ആണ്. പ്രൊഫസർ മോഹൻ ബി മേനോൻ അധ്യക്ഷനായ കരിക്കുലം കമ്മിറ്റി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. അതേസമയം 4 വർഷ ബി.എഡിന്റെ ആദ്യ ബാച്ച് പുറത്തു വരുന്നതോടെ നിലവിലുള്ള ബി.എഡ് കോഴ്സ് ഇല്ലാതാവുകയും ചെയ്യും. LP, UP സ്കൂൾ അധ്യാപകരാകാനുള്ള 2 വർഷത്തെ TTC കോഴ്സ് അടുത്ത വർഷം നിർത്തുകയും ചെയ്യും. അതായത് 2030 മുതൽ 4 വർഷ ബി.എഡ് കോഴ്സ് മാത്രമേ ഇനി ഉണ്ടാവുകയുള്ളൂ. നിലവിൽ ബി.എഡ് കോഴ്സുള്ള ട്രെയിനിംഗ് കോളേജുകളിൽ 4 വർഷ ബി.എഡ് അനുവദിക്കില്ല. ബി.എഡ് കോഴ്സ് രാജ്യമൊട്ടാകെ 4 വർഷത്തിലേക്ക് മാറുമ്പോൾ കേരളത്തിൽ അതിന്റെ പാഠ്യപദ്ധതിയും 2 രീതിയിലേക്ക് മാറിയേക്കാം. കേന്ദ്രത്തിൽ പുതിയ പാഠ്യപദ്ധതി തയ്യാറാക്കുന്ന നടപടി അവസാന ഘട്ടത്തിൽ തന്നെയാണ്. കേന്ദ്രം എത്തിയപ്പോൾ പ്രത്യേക പാഠ്യപദ്ധതി ഉണ്ടാക്കാനായി കേരളം ശ്രമം തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ബിരുദ പഠനം കൂടി ചേർത്ത 4 വർഷ ബി.എഡ് കോഴ്സാണ് രാജ്യത്ത് വേണ്ടതെന്ന് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ തന്നെ ശുപാർശ ചെയ്തിരുന്നു. 2030 മുതൽ ഈ ബി.എഡ് മാത്രമേ രാജ്യത്ത് ഉണ്ടാകാൻ പാടുള്ളൂ എന്നായിരുന്നു നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷന്റെ നിർദ്ദേശം. രാജ്യത്തെ സർവകലാശാലകളാണ് 4 വർഷ ബി.എഡ് കോഴ്സ് നടത്തേണ്ടത്. NCTEയുടെ കരട് പാഠ്യപദ്ധതി 6 മാസം മുമ്പായിരുന്നു പ്രസിദ്ധീകരിച്ചത്. ഇതിന്മേലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ച ശേഷം അന്തിമ പാഠ്യപദ്ധതിയിലൂടെ ജോലികൾ നടക്കുന്നു. 3 മാസത്തിനകം അന്തിമ പാഠ്യപദ്ധതി വരും എന്നായിരുന്നു ജനുവരിയിൽ പറഞ്ഞത്. അതേസമയം സംസ്ഥാനത്ത് ഒരു സർവകലാശാലയിലും 4 വർഷ ബി.എഡ് ഇപ്പോൾ തുടങ്ങിയിട്ടില്ല. എന്നാൽ കേന്ദ്ര സർവകലാശാല കാസർഗോഡ്, ക്യാമ്പസ് കോഴിക്കോട്, NIT എന്നിവിടങ്ങളിൽ ഈ കോഴ്സ് തുടങ്ങിയിരുന്നു. നീറ്റ് മാതൃകയിൽ നാഷണൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിലൂടെയായിരിക്കും പ്രവേശനം. ഫീസ് സർക്കാർ നിശ്ചയിക്കുകയും ചെയ്യും. ബി.എഡിന്റെ ആദ്യ ബാച്ച് വരുന്നതോടെ നിലവിലുള്ള ബി.എഡ് കോഴ്സ് ഇല്ലാതാകും. LP, UP സ്കൂൾ അധ്യാപകരാകാനുള്ള 2 വർഷത്തെ TTC കോഴ്സ് അടുത്ത വർഷം നിർത്തുകയും ചെയ്യും.